ഹലോ ഗൈസ്, ഏവർക്കും ജോയ് വ്ളോഗ് എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള മീനുകളെന്ന് കാണിക്കുക എന്നുള്ള ഇതിലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് ബെല്ലൈക്കൻ നിൽക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താഴത്തെ കമൻറ്റ് ഉണ്ട്, നിങ്ങൾക്ക് കമൻറ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീബ്ര ഫിഷുകളായിട്ട് അതിനകത്ത് കിടക്കുന്നത്. സീബ്ര ഫിഷും കിടപ്പുണ്ട്, അതേപോലെ തന്നെ 2 ഹാഫ് മോളി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വിചാരിക്കുന്നത് ഒരു റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിന് ഇടാനാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അല്ല, ഒരു അത്യാവശ്യം പറ്റിയൊരു ഗ്ലാസ്സാണ്, റെഡ് ടെയിലിന് പറ്റിയൊരു ഗ്ലാസ് തന്നെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സീബ്രകളാണ് കേട്ടോ കിടക്കുന്നത്. ഒരുപാട് സീബ്രകളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ. കുറച്ചൊക്കെ ചത്തുപോയി കേട്ടോ, നമ്മൾ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ റെഡ് ടെയിലിനാണ് ഇടാനായിട്ട് പോകുന്നത്, ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ ടാങ്കിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേറെ ഒരു മീനുമല്ല, നമ്മുടെ ഹാഫ് മോളി ഫിഷും അതേപോലെ തന്നെ വൈറ്റ് മോളി ഫിഷും ആണ് കേട്ടോ. ഇത് ബ്രീഡിങ് ആണ്, ഫീമെയിൽ കേട്ടോ രണ്ടും. ഇതിൻ്റെ അകത്താണ് ഞാൻ ഇതിൻ്റെ അകത്തിടാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അരാപ്പായ്മേനാട്ടോ, ഈ ഒരു ചെറിയ അരാപ്പായ്മയും അതുപോലെ തന്നെ ചെറിയ അലിഗേറ്ററുകാരനായിട്ടോ അതിൻ്റെ അകത്ത് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അരാപ്പായ്മയുടെ പ്രൈസ് എന്ന് പറയുന്നത് തന്നെ നല്ല ഹൈ പ്രൈസാണ്. ഏകദേശം ഒരു 2500 രൂപയാണ് ഒരു അരാപ്പായ്മയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അലിഗേറ്ററുകാർ എന്ന് പറയുമ്പോൾ ചെറുതിന് 600 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 500 തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ രണ്ടിനെയും വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടാനായിട്ട് ഇതായിരിക്കും ബെറ്റർ ടാങ്ക്. എന്നാൽ ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഇഞ്ചിലുള്ളതാണ് അരാപ്പായ്മയുടെ സൈസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് ഇതിലിടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, ഒരുപാട് പൈസയൊന്നും ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല അരാപ്പായ്മേനെ വാങ്ങിക്കാനുള്ള, അലിഗേറ്ററിനെയൊക്കെ വാങ്ങിക്കാനുള്ള എന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോസിൽ ഞാൻ കാറുകളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, ഉണ്ടാക്കിയിട്ടുള്ള കാറുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മീനാണ്, അല്ല സീബ്ര, അതുപോലെ 2 മോളി ഫിഷ്. ഇനിയാണ് നമ്മുടെ വലിയ പോണ്ടുള്ള കേട്ടോ. പോണ്ടെന്ന് പറയുന്നത് ഇതാണ്, ഏകദേശം ഒരു 1.5 മീറ്ററൊക്കെ, 2 മീറ്റർ 2.5 മീറ്ററൊക്കെ നീളം വരുന്നൊരു പോണ്ടാണിത്. ഇതിൻ്റെ അകത്താണ് ഞാൻ അലിഗേറ്ററുകാരനെ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ഇപ്പോൾ ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്, നീളം ഇത്രയും കൂടെ കൂട്ടിയിട്ട് കുറച്ചും കൂടെ വലിയൊരു പോണ്ടിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. മാത്രമല്ല ഇത് തടിയാണ് കേട്ടോ, നമ്മുടെ ചെറിയ തടിയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ടൊന്ന് പുതിയതായിട്ടൊക്കെ ചെയ്ത് കല്ലൊക്കെ വെച്ച് വീണ്ടും ഒരു അടിപൊളി കുളമാക്കണം. എന്നിട്ടാണ് നമ്മൾ അലിഗേറ്ററുകാരനെ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അലിഗേറ്ററുകാർ എന്ന് പറയുമ്പോൾ ഒരു 1500 റുപ്പീസൊക്കെ വില വരുന്ന അലിഗേറ്ററുകാരനെയാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അലിഗേറ്ററുകാരനെ വാങ്ങിക്കണം, നിങ്ങൾ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന മീനുകളെന്ന് പറയുമ്പോഴത്തേക്കും 3 ഓസ്കാർ കിടപ്പുണ്ട് കേട്ടോ. ഓസ്കാർ എന്ന് പറയുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആൽബിനോ ഓസ്കാർ കേട്ടോ, കണ്ട ആൽബിനോ 3 ഓസ്കാർ, അതേപോലെ തന്നെ 4 ചെറിയ ഗോൾഡ് ഫിഷ്, പിന്നെ അതെ എന്നാലും നല്ല ആഴമുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. പിന്നെ ഒരു 4 സിലോപ്പികൾ കിടപ്പുണ്ട് കേട്ടോ, 4 സിലോപ്പിയും അതുപോലെ തന്നെ 4 കോഴിക്കാർപ്പും കിടപ്പുണ്ട്. പിന്നെ ഷാർക്കും കിടപ്പുണ്ട്. ഷാർക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആണേടാ ചെറിയ ഷാർക്കാണ്. അതുപോലെ തന്നെ ഒരു വലിയ ഷാർക്ക് ഉണ്ടായിരുന്നു, അത് ഇവിടെ ഉണ്ട്, അതിൻ്റെ ചെടികളുടെ ഇടയിൽ നിൽക്കുകയാണത്. അല്ലേ, അത്യാവശ്യം വലിപ്പമുള്ളൊരു ബ്ലാക്ക് ഷാർക്കും കിടപ്പുണ്ട്, അതേപോലെ ഒരു വൈറ്റ് ഷാർക്കും എൻ്റെ ഒപ്പം കിടപ്പുണ്ട്. ഇത് എൻ്റെ ഉള്ളിലാട്ടാ വൈറ്റ് ഷാർക്ക് കിടക്കാനല്ലേ. അപ്പോൾ ഈസി പൈപ്പയുടെ ഉള്ളിലാണ് വൈറ്റ് ഷാർക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു വലിയ 2 അലിഗേറ്ററുകാരനെ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഇപ്പോൾ കൊള്ളുന്നൊരു 50-60 ലിറ്റർ വെള്ളം അതിൻ്റെ അകത്ത് ഇപ്പോൾ അതിൻ്റെ അകത്ത് നിറച്ചിട്ടിരിക്കുക കേട്ടോ. നല്ല അത്യാവശ്യം ആഴമുണ്ട്. അതുപോലെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് തടിയാട്ടോ, തടിയിൽ നിന്ന് മാറ്റിയിട്ട് കല്ലൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ വറ്റിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ. വലിയൊരു പോണ്ടാണ്. അലിഗേറ്ററുകാരനെ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും കൂടെ ഒരു കല്ല് വെച്ചിട്ട് നീളം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് മീനുകളേ ഉള്ളൂ, കണ്ട 3 ഓസ്കാർ കണ്ടില്ലേ, ആൽബിനോ ഓസ്കാറാണ്.
അത് തന്നെ ഗോൾഡ് ഫിഷും കോഴിക്കാർപ്പൊക്കെ ആയിട്ട് അടങ്ങുന്നത്. ഇത് സിലോപ്പിയ കേട്ടോ. ആ നേരെ കാണുന്ന സിലോപ്പിയാണ്. 4 ഗോൾഡ് ഫിഷും ഷാർക്ക്. നമ്മൾ ഈ ഒരു ടാങ്കിൽ തന്നെയാണ് 2 അലിഗേറ്ററുകാരനെ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജ് ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് ഓസ്കാറുകളെയും അതേപോലെ തന്നെ ഒരുപാട് മീനുകളെയൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ നടക്കുമോ ഇല്ല എന്നൊക്കെ എനിക്കൊരു സംശയമാണ്. ഈ ഒരു പോണ്ട് വറ്റിക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതാ ഇവിടെ ഒരു ഷാർക്ക് കിടക്കും. ചെറിയ ഷാർക്കായ അപ്പോൾ ഇതൊക്കെ വറ്റിക്കുന്നതും അതേപോലെ തന്നെ കല്ലൊക്കെ ചെയ്ത് വീണ്ടും ഒരു പുതിയ ടാങ്കൊക്കെ ആക്കും. അലിഗേറ്ററുകാരനെ വാങ്ങിക്കുന്ന വീഡിയോസൊക്കെ ഇടാം. ഇപ്പം നമ്മുടെ കയ്യിൽ അലിഗേറ്ററുകാരനെ വാങ്ങിക്കാനുള്ള ഫണ്ടും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല. അലിഗേറ്ററുകാർ എന്ന് പറയുമ്പോൾ ഒരു 1500 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വലിയ അലിഗേറ്ററുകാരാണ് നമ്മൾ ഇതിന് വേണ്ടി വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അലിഗേറ്ററുകാർ എന്നൊക്കെ പറയുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ കടിച്ച് കീറുന്നൊരു മത്സ്യം കൂടിയാണ്. മത്സ്യമല്ല, എല്ലാത്തിനെയും പ്ലാസ്റ്റിക്കിലിടാനുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിച്ച് കീറും. അപ്പോൾ നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഒരു ചാക്കും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല കട്ടിക്ക് തന്നെ ചെയ്യും. നമ്മൾ ടാങ്ക് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ടാങ്കിനുള്ള കല്ലും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല. കണ്ടില്ലേ, ഓസ്കാറൊക്കെ പറയുമ്പോൾ നല്ല ആക്ടിവേറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര ഓട്ടക്കാരനാണ് ഓസ്കാർ. നമ്മൾ ഇവന്മാർക്ക് കൊടുക്കുന്ന ഫുഡെന്ന് പറയുമ്പോൾ രാവിലെ ഇവന്മാർക്ക് ചെമ്മീനും ചെറുതായിട്ട് അരിഞ്ഞ ചെമ്മീനും അതേപോലെ തന്നെ കുറച്ച് മീനുകളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും അമ്മ. അത് കഴിഞ്ഞ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് പെല്ലറ്റാട്ടാ. പെല്ലറ്റ് ഫുഡാണ് ഇവന്മാർക്ക് ഞാൻ രാത്രി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ മീനുകൾക്ക് ഒരിക്കലും ഞാനിപ്പോൾ കൊടുക്കുന്ന ടൈം ഫുഡെന്ന് പറയുന്നത് രാവിലെയും രാത്രിയും മാത്രമാണ്. ഉച്ചയ്ക്ക് ഞാൻ ഇവന്മാർക്ക് ഫുഡ് കൊടുക്കുന്നില്ല. ഒരുപാട് ഫുഡായി കഴിഞ്ഞാൽ മീനുകൾ ഡെഡായി പോവും. ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത് ഞാൻ കെട്ടിയിട്ട് ഏകദേശം ഒരു 1.5 മാസത്തോളമായി കേട്ടോ. ഈ ഒരു പോണ്ട് ഞാൻ ഈ ഫ്രണ്ടിൽ ഞാനിപ്പോൾ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചെറിയൊരു ലീക്കൊക്കെ ഉണ്ട് ഇവിടെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ അടുത്തായിട്ട് ഇടും കേട്ടോ. അല്ല 3 ഓസ്കാർ നിൽക്കണല്ലേ. ആൽബിനോ വൈറ്റ് ഓസ്കാർ ആട്ടാ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ പറ്റിക്കുന്ന വീഡിയോ ആയിട്ട് ചിലപ്പോൾ ഇടും കേട്ടോ. അലിഗേറ്ററുകാരനെയൊക്കെ വാങ്ങിക്കാൻ പോകുന്ന വീഡിയോസൊക്കെ ഇടാം. നമ്മുടെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് ഇത്തിരി കുറഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു 9 സബ്സ്ക്രൈബ് നമുക്കിപ്പോൾ ആയിട്ടുള്ളൂ. നമുക്ക് 9 സബ്സ്ക്രൈബ് കൊണ്ടൊന്നും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ലൈക്കൊക്കെ ആണെങ്കിൽ കുറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നല്ലതായിരിക്കാൻ ലൈക്കും സപ്പോർട്ടൊക്കെ തരിക. അപ്പോൾ അരാപ്പാമേനെയൊക്കെ വാങ്ങിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അരാപ്പാമയ്ക്ക് നല്ല റേറ്റാണ്. ഇത്ര ഉള്ള അരാപ്പാമയ്ക്ക് ഏകദേശം 2500 കേട്ടോ. 500-300 തൊട്ടാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അക്വേറിയം ഷോപ്പിൽ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ തരിക. ഓക്കെ, നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.